ഒരു സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമ്പോൾ ഒന്നാം ഭാഗത്തിലെ എല്ലാ കഥാപാത്രങ്ങളും രണ്ടാം ഭാഗത്തിലേക്ക് വരും. റാംജി റാവു സ്പീക്കിംഗ്. എന്നാൽ ഒരു സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാതെ മറ്റൊരു സിനിമ ഇറങ്ങുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ആ സിനിമയിലേക്ക് വരുന്നതിനെ കുറിച്ച് അറിയാമോ? ചേട്ടന്റെ പേരെന്താ? ഇങ്ങനെ വരുന്നതിനാണ് സ്പിൻ ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. അതായത് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സിനിമയിലേക്ക് ഒരു സിനിമയിലെ കഥാപാത്രം അങ്ങോട്ട് കയറി പോകുന്നു. ഇങ്ങനെ പലതവണ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറി. നമ്മുടെ രമണനും മണവാളനും CID മൂസയും ദശമൂലം താമവും എല്ലാവരും ഇതേപോലെ യാതൊരു ബന്ധവുമില്ലാത്ത സിനിമകളിലേക്കും സെഗ്മെന്റുകളിലേക്കും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ച സ്പിൻ ഓഫ് അപ്പിയറൻസുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. നമ്മുടെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഇങ്ങനെ പല പല സിനിമകളിലേക്ക് പോയിട്ടുണ്ട്. അതിനെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ കോമഡി ക്യാരക്ടർ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യത്തേതാണ് മണവാളൻ. 2003 പുലിവാൽ കല്യാണം എന്ന ഷാഫി സിനിമയിലൂടെയാണ് നമുക്ക് മണവാളനെ ഏറെ സുപരിചിതനായത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൊക്കെ വളരെ ട്രെൻഡ് സെറ്റർ ആയിരുന്ന സലീമേട്ടന്റെ ഒരു ക്യാരക്ടറായിരുന്നു മണവാളൻ. പക്ഷെ ഈ മണവാളൻ പിന്നീട് ഒരു മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് 2019 റിലീസായ അഡാർ ലവ് എന്ന സിനിമ. സിനിമ ബോക്സ് ഓഫീസിന് ഒരു വലിയ വിജയമായി മാറി. ഈ സിനിമയിൽ ഒരു സ്റ്റുഡന്റിന്റെ അച്ഛൻ കഥാപാത്രമായി സലീം കുമാർ വരുന്ന സീനുണ്ട്. ഈ സീൻ കാണിക്കുന്നത് നമ്മുടെ മണവാളനെ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് ആ മണവാളനാണെന്നൊന്നും തോന്നില്ല. ഇതാണ് നിന്റെ ബയോളജി ടീച്ചർ? എങ്ങനെ മനസ്സിലായി? അനോട്ടമി കണ്ടാലറിഞ്ഞൂടെ ബയോളജി ടീച്ചർ ആണെന്ന്. അങ്ങനെ മണവാളിനെ വീണ്ടും കൊണ്ടുവരാൻ മലയാള സിനിമയ്ക്ക് വീണ്ടും സാധിച്ചു. അടുത്തതാണ് പൊടിയാടി സോമൻ എന്ന ക്യാരക്ടർ. 2011 സിറ്റി ഓഫ് ഗോഡ് എന്ന ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയിലാണ് പൊടിയാടി സോമൻ എന്ന അനിൽ മുരളിയുടെ ക്യാരക്ടറിനെ ആദ്യമായി മലയാള സിനിമ കാണുന്നത്. പൊടിയാടി സോമൻ എന്ന് പറ, ആരത്തിന് അറിയാം? പൊടിയാടി സോമൻ ഈ സമയം സാറ് കോഴിക്കോട്ട് വൻ സെറ്റപ്പാ. എന്നാൽ ഇതേ ക്യാരക്ടറിനെ വീണ്ടും ഇതേ ലിജോ ജോസ് പല്ലിശ്ശേരി അനിൽ മുരളിയെ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. 2015 ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ പിന്നീട് വന്ന 2015 ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സ്പൂഫ് സിനിമയായിരുന്ന ഡബിൾ ബാരലും നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സിനിമകളിലും ഇതേ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതേപോലെ അനിൽ മുരളി തന്നെയാണ്. ഞാൻ പൊടിയാടി സോമൻ ആന്നേ. എന്നാൽ 2015 വന്ന സിനിമയിൽ അത്യാവശ്യം ഒരു സീരിയസ് ക്യാരക്ടറായിരുന്ന ഈ ക്യാരക്ടറിനെ ഒരു കോമഡി ക്യാരക്ടറായിട്ടാണ് 2015 വന്നപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വീണ്ടും പ്രസന്റ് ചെയ്തത്. അടുത്തതാണ് ബാദുഷാ ഖാൻ. FFC കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ട്രോൾ കെട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു ബാദുഷാ ഖാൻ എന്ന കൃഷ്ണപ്രസാദിന്റെ കഥാപാത്രം. 2010 റിലീസായ ചാവേർപ്പട എന്ന സിനിമയിലായിരുന്നു ഈ ബാദുഷാ ഖാൻ എന്ന ക്യാരക്ടർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഈ കഥാപാത്രം ഇക്കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ നിന്ന് അപ്പിയറൻസ് നടത്തിയായിരുന്നു. അതാണ് ഒമറിന്റെ സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന സിനിമ. ഈ കഥാപാത്രം ഈ സിനിമയിലേക്ക് ഒരു ചെറിയ അപ്പിയറൻസ് നടത്തുന്നത് നമുക്ക് വ്യക്തമായി ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അടുത്തതാണ് മുകുന്ദനുണ്ണി. മീശമാധവൻ എന്ന 2002 ലാൽജോ സംവിധാനം ചെയ്ത സിനിമയിലാണ് മുകുന്ദനുണ്ണി എന്ന കഥാപാത്രത്തെ നമ്മൾ ആദ്യമായി കാണുന്നത്. ഞാൻ മുകുന്ദനുണ്ണി, നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് ഞാൻ വായിച്ചിരിക്കും. സലീം കുമാർ അവതരിപ്പിച്ച ഈ കഥാപാത്രത്തിന് പിന്നീട് ഒരു കാലത്ത് വമ്പൻ ട്രെൻഡ് സെറ്റർ ആവാനും ഇതുകൂടാതെ വലിയൊരു ഫാൻ ബേസ് നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഇതാ കോട്ട്. എന്തായാലും ഈ ഒരു കഥാപാത്രം 2 തവണയാണ് പിന്നീട് പല സിനിമകളിലായിട്ട് അപ്പിയറൻസ് നടത്തിയത്. ഈ കഥാപാത്രം തന്നെയാണോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടായേക്കാം. എന്നാലും ഇതിന്റെ ഒരു റെഫറൻസ് പോലെ തന്നെയാണ് 2 കഥാപാത്രങ്ങളെ പിന്നീട് മലയാള സിനിമ കാണിച്ചു തന്നത്. അതിലൊന്നായിരുന്നു 2018 ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ക്യൂൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ഒരു വക്കീൽ കഥാപാത്രം. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് ആ സമയം? പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. എന്നാൽ ഈ സിനിമയിലെ ആ കഥാപാത്രത്തിനെ മുകുന്ദൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ പോലും ഈ സിനിമയിലെ ആ കഥാപാത്രം മുകുന്ദനുണ്ണി, അതായത് 2002 റിലീസായ മീശമാധവന്റെ അതേ മുകുന്ദനുണ്ണിയാണ് എന്ന് ആ കാലത്ത് റൂമറുകൾ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല. ഇത് കൂടാതെ ഇതേ മുകുന്ദനുണ്ണി എന്ന കഥാപാത്രം വന്ന മറ്റൊരു സിനിമ കൂടിയുണ്ട്. അതാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്. 2022 അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ നായകനായ എന്ന സിനിമയായിരുന്നു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ ഒരു മുത്തച്ഛൻ കഥാപാത്രമായി ഇതേ മുകുന്ദനുണ്ണിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല മോനെ, നീ ചത്തിട്ടില്ല. നിന്റെ മുന്നിൽ വന്ന ലോറി പിന്നിൽ വന്ന വേറൊരു ബസ്സുമായി കൂട്ടിയിടിച്ചു. ഇതുകൂടാതെ മുകുന്ദനുണ്ണിയുടെ ഒരു റെഫറൻസ് കൂടി ഈ സിനിമയിൽ കാണിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ മുകുന്ദനുണ്ണി എന്ന കഥാപാത്രത്തെ വീണ്ടും കാണിച്ചൊരു സിനിമയായിരുന്നു ഇതേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സും. ഇതുകൂടാതെ 2018 റിലീസായ ക്യൂൻ എന്ന സിനിമയും. എങ്കിൽ നിങ്ങൾ പറയണം
എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? അടുത്തതാണ് രമണൻ. 1992 റാഫി മെക്കാർട്ടി സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി വന്ന സിനിമയായിരുന്നു പഞ്ചാബി ഹൗസ്. ഈ സിനിമയിലെ നായക കഥാപാത്രം ദിലീപ് ആണെങ്കിൽ പോലും ദിലീപിനേക്കാൾ മേലെ സ്കോർ ചെയ്ത കഥാപാത്രമായിരുന്നു ഈ സിനിമയിലെ രമണൻ എന്ന ഹരീഷ് രേശവന്റെ കഥാപാത്രം. മുതലാളി ആഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. ആ കാലത്ത് ഒരു വലിയ ട്രെൻഡ് ആയി മാറിയില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 2015 കാലഘട്ടത്തിന് ശേഷം വലിയ രീതിയിൽ ട്രോളന്മാരുടെ ഒരു രാജാവായി മാറിയ കഥാപാത്രമായിരുന്നു ഇതേ രമണൻ എന്ന കഥാപാത്രം. ഞാൻ കണ്ണീര് പിടിക്കുന്നു, ഒരു ഷോടെ പോലും കഴിക്കാൻ പറ്റാതെ. ഈ രമണനെ പിന്നീട് മലയാള സിനിമ കണ്ട ഒരു സിനിമ കൂടിയുണ്ട്. അതാണ് 2017 റിലീസായ റോൾ മോഡൽസ് എന്ന സിനിമ. റാഫി മെക്കാർട്ടി സംവിധാനം ചെയ്ത പഞ്ചാബി ഹൗസിലെ രമണനെ കൊണ്ടുവന്നതും ഇതേ സിനിമയുടെ സംവിധാനം തന്നെയായ റാഫി ആയിരുന്നു. ചേട്ടന്റെ പേരെന്താ? രമണൻ. റാഫി സംവിധാനം ചെയ്ത റോൾ മോഡൽസ് എന്ന സിനിമയിലായിരുന്നു ഇതേ രമണൻ എന്ന കഥാപാത്രത്തെ നമ്മൾ വീണ്ടും കണ്ടത്. കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗിൽ മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമണൻ ഒരു ട്രോൾ മോഡൽ അല്ലേ? എന്തായാലും ഈ കഥാപാത്രത്തെ വീണ്ടും കൊണ്ടുവന്ന് തിയേറ്ററിൽ ഒരു വലിയ കയ്യടി നേടാൻ ഇതേ സിനിമയ്ക്കായി. ഒരിക്കലെങ്കിലും ശരിക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഒന്നും മാപ്പ് പറയാം. അടുത്തതാണ് കുഞ്ചന്റെ കഥാപാത്രമായ രമൺ എന്ന കഥാപാത്രം. 1990 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി വന്ന സിനിമയായിരുന്നു ഓട്ടോ. ഈ സിനിമയിൽ കുഞ്ചൻ അവതരിപ്പിക്കുന്ന ഒരു ഫ്രീക്കൻ ക്യാരക്ടർ ഉണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് രമൺ എന്നായിരുന്നു. എന്തായാലും ഈ കഥാപാത്രത്തെയും പിന്നീട് മലയാള സിനിമ കണ്ടിട്ടുണ്ട്. അതാണ് സനാല മൊബൈൽസ്. 2014 ദുൽഖർ സൽമാൻ നായകനായി വന്ന സനാല മൊബൈൽസ് എന്ന സിനിമയിൽ ഒരു പ്രത്യേക സീനിൽ വെച്ച് ഇതേ കഥാപാത്രത്തെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്യാരക്ടറാണ് ഗഫൂർക്ക. ശരിക്കും പറഞ്ഞാൽ ഗഫൂർക്ക ഒരുപാട് മലയാള സിനിമകളിൽ ക്യാമിയോ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. 1987 റിലീസായ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി വന്ന നാടോടിക്കാറ്റ് എന്ന സിനിമയിലാണ് മാമുക്കോയുടെ ഗഫൂർക്ക എന്ന ക്യാരക്ടറിനെ ആദ്യമായി മലയാള സിനിമ കണ്ടത്. ഏത് ഗഫൂർക്ക? ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. പിന്നീട് അതിന്റെ സീക്വലായി വന്ന പട്ടണ പ്രവേശത്തിലും നമ്മൾ ഇതേപോലെ തന്നെ ഗഫൂർക്കയെ കണ്ടിട്ടുണ്ട്. ദുബായ് കടപ്പുറാണെന്നും പറഞ്ഞു നീ ഞങ്ങളുടെ മദ്രാശിയിലെ മറീന ബീച്ചിൽ ഇറക്കി വിട്ടു അല്ലടാ. എന്നാൽ പിന്നീട് റിലീസായ 2006 കിലുക്കം കിലുകിലുക്കം എന്ന കിലുക്കം സിനിമയുടെ സീക്വൽ മൂവിയിലും ഇതേപോലെ നമുക്ക് ഗഫൂർക്കയെ കാണാൻ സാധിക്കും. ഇങ്ങനെ വാലേക്കും അസ്സലാം എന്ന് പറയണം. എന്ത്? വാലേക്കും അസ്സലാം. ഇത് കൂടാതെ 2015 റിലീസായ ജോൺ ഹോനായി എന്നൊരു സിനിമയിലും ഇതേപോലെ തന്നെ ഗഫൂർക്ക ഒരു ക്യാമിയോ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മളങ്ങനെ കേട്ട് വിട്ടോല. ഒരു പോയി രക്ഷപ്പെട്ട ടീമാണ് അത്. ഇത് കൂടാതെ 2016 റിലീസായ മരുഭൂമിയിലെ ആന എന്ന ബിജു മേനോൻ നായകനായ സിനിമയിലും ഇതേപോലെ തന്നെ ഗഫൂർക്കയുടെ ഒരു ക്യാമിയോ അപ്പിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തായാലും ഈ 5 സിനിമകളും ഗഫൂർക്ക് വന്നപ്പോൾ ഒരേ മാനസത്തിൽ ഒരു മികച്ച പെർഫോമൻസ് തന്നെ മാമുക്കായി കാഴ്ചവെച്ചിരുന്നു. അടുത്തതാണ് അമറക്പുരം ധോണിയിലെ ഉണ്ണി. 2015 നാദിർഷ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി വന്ന സിനിമയായിരുന്നു അമറക്പുരം ധോണി. ഈ സിനിമയിലെ പിഷായുടെ ക്യാരക്ടർ അന്ന് ഒരുപാട് ശ്രദ്ധ നേടിയെടുത്ത ഒന്നായിരുന്നു. പോയിട്ട് വരട്ടെ. ഈ സിനിമയിൽ പിഷാരടി അവതരിപ്പിക്കുന്ന നല്ലവനായ ആ ഉണ്ണിയുടെ ക്യാരക്ടർ ഈ സിനിമയിൽ വെച്ച് ജയിലിലേക്ക് പോകുന്നതായി കാണിക്കുന്നുണ്ട്. വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാൻ നോക്ക്. കൈക്കൂലിയൊക്കെ തെറ്റല്ലേ? എന്നാൽ പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം റിലീസായ പട്ടാഭിരാമൻ എന്ന സിനിമയിൽ ഇതേ ഉണ്ണി എന്ന ക്യാരക്ടർ ജയിലിൽ നിന്ന് വരുന്നതായും ആ കഥാപാത്രത്തിന്റെ ഒരു പുനരാവിഷ്കരണമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ടെറസിലെ കഞ്ചാവ് വളർത്തിയതിനകത്ത് പോയ ഉണ്ണി. അടുത്താണ് ഓം ശാന്തി ഓശാനയിലെ രഞ്ജി പണിക്കർ. 2014 ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി വന്ന സിനിമയായിരുന്നു ഓം ശാന്തി ഓശാന. ഈ സിനിമയിലെ നസ്രിയയുടെ അച്ഛൻ ക്യാരക്ടറായ ഡോക്ടർ മാത്യു എന്ന ക്യാരക്ടർ അന്ന് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചൊരു കഥാപാത്രമായിരുന്നു. ഈ നിൽക്കുന്നത് ആരാന്നറിയോ? മത്തായിക്ക് എന്റെ മോള് അല്ല, അന്ത്യക്രിസ്തു. ഈ കഥാപാത്രം വീണ്ടും ക്യാമിയോ അപ്പിയറൻസ് നടത്തിയ മറ്റൊരു സിനിമയുണ്ട്. അതാണ് 2016 റിലീസായ ജൂഡ് ആന്റണി ജോസഫിന്റെ തന്നെ സിനിമയായ മുത്തശ്ശികഥ. 2 സിനിമയുടെ സംവിധായകൻ ഒരാളായതുകൊണ്ട് ഒരുപക്ഷെ ക്യാമിയോ അപ്പിയറൻസ് നടത്തിയതായിരിക്കാം. ഭക്ഷണത്തിന് ശേഷം ഒരു 3 നേരം കഴിച്ച. എന്തായാലും ഇതേ ഡോക്ടർ മാത്യു എന്ന ക്യാരക്ടറിനെയും മാത്യുവിന്റെ വൈഫ് ക്യാരക്ടറിനെയും ഇതുകൂടാതെ നിവിൻ പോളിയെയും നസ്രയെയും എല്ലാം തന്നെ ഇതേപോലെ മുത്തശ്ശികഥ എന്ന സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തതാണ് ജഗതി ആസ് ഗണപതി. 1991 മുകേഷ് നായകനായി വന്ന സിനിമയായിരുന്നു ഗാനമേള. ഈ സിനിമയിലെ ഇന്നസെന്റിന്റെ അസിസ്റ്റന്റ് ആയി നടക്കുന്ന ഗണപതി എന്ന ജഗതിയുടെ കഥാപാത്രത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗണപതി ഡബിൾ എംഎയാണ്, 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേപോലെ ഗണപതി എന്ന കഥാപാത്രത്തെ വീണ്ടും മലയാള സിനിമ കണ്ടിട്ടുണ്ട്. അതാണ് 2004 റിലീസായ വേഷം എന്ന സിനിമ.
അതായത് 1991 റിലീസായ ഗാനമേള എന്ന സിനിമയിലുള്ള ജഗതിയുടെ അതേ ടൈപ്പ് ഗണപതി എന്ന ക്യാരക്ടറിനെ തന്നെയാണ് പിന്നീട് 2004 വേഷം എന്ന സിനിമയിൽ നമ്മൾ കണ്ടത്. ഗണപതി അവതരിച്ചോ ഗണപതി? ഞാൻ പതിവിൽ 1.5 മിനിറ്റ് നേരത്തെയാ. 1991 ഇറങ്ങിയ ഗാനമേള എന്ന സിനിമയിൽ ഇതേപോലെ തന്നെ ജഗതി ഇന്നസെന്റിന്റെ അസിസ്റ്റന്റ് ആയ ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തത്. അതേ ടൈപ്പ് ഒരു ക്യാരക്ടറിനെ തന്നെയാണ് പിന്നീട് വേഷം എന്ന സിനിമയിലും ജഗതി ശ്രീകുമാർ ഇന്നസെന്റ് അസിസ്റ്റന്റ് ആയ രീതിയിൽ ഒരു ക്യാരക്ടറിന് ചെയ്തത്. ഈ രണ്ട് ക്യാരക്ടറിന്റെയും പേര് ഗണപതി എന്നും കൂടിയാണ്. ഒരുപക്ഷെ ഇതിന്റെ സ്പിൻ ഓഫ് ആണോ കോയിൻസിഡൻസ് ആണോ എന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. എന്നാൽ പോലും ഇതൊരു വല്ലാത്ത കൗതുകമാണ്. ഇത് കൂടാതെ മറ്റൊരു കാര്യം അറിയാമോ, 2013 റിലീസായ ദൃശ്യം എന്ന സിനിമയിലെ ഷാജോന്റെ കോൺസ്റ്റബിൾ സഹദേവൻ എന്ന ക്യാരക്ടറിനെ നമ്മൾ ഒരിക്കലും മറക്കില്ല. എന്നാൽ ഇതേ പേരിൽ ഇതേ ക്യാരക്ടർ ഷാജോൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് 2009 ജോണി ആന്റണി സംവിധാനം ചെയ്ത പട്ടണത്തിൽ ഭൂതം എന്ന സിനിമ. ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിൽ ഇതേപോലെ തന്നെ ഷാജോന്റെ ക്യാരക്ടറിന്റെ പേര് കോൺസ്റ്റബിൾ സഹദേവൻ എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോൺഫിഡൻസ് ആയിരിക്കാം. എന്നാൽ ചിന്തിച്ച് നോക്കുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു കൗതുകം ഈ രണ്ട് സിനിമകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത് ഒരു സ്പിൻ ഓഫ് അല്ല, ഒരു ക്യാരക്ടർ റെഫറൻസിനെ 3 സിനിമയിൽ കൊണ്ടുവന്നതാണ്. 1989 മൃഗയ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ വാറുണ്ണി എന്ന കഥാപാത്രത്തിനെ നമ്മൾ ഒരിക്കലും മറക്കില്ല. എന്താ പേര്? പാറുണ്ണി. ആഹാ, അപ്പൊ ക്രിസ്ത്യാനി തന്നെ. സിനിമയിലെ നായക കഥാപാത്രമായിരുന്ന ഈ കഥാപാത്രം വളരെ വലിയൊരു പെർഫോമൻസ് ആണ് ആ സിനിമയിൽ കാണിച്ചു തന്നത്. എന്നാൽ 1989 വന്ന ഈ വാറുണ്ണി എന്ന കഥാപാത്രത്തിന്റെ അനിയൻ കഥാപാത്രത്തെ പോലെ 1999 മൈ ഡിയർ കൈഡി എന്ന സിനിമയിൽ കിട്ടുണ്ണി എന്നൊരു കഥാപാത്രം വരുന്നത്. അതായത് വാറുണ്ണിയുടെ അനിയൻ കിട്ടുണ്ണി എന്ന കഥാപാത്രത്തെ പ്രേം കുമാർ അവതരിപ്പിക്കുന്നുണ്ട്. പഴയ പുലിവേട്ടക്കാരൻ വാറുണ്ണിയുടെ അനിയൻ കിട്ടുണ്ണി. അതായത് അതേ കഥാപാത്രത്തിന്റെ റെഫറൻസ് ആണ് ഇവിടെയും കാണിച്ചു തന്നത്. എന്നാൽ ഈ കഥാപാത്രത്തിന്റെ മറ്റൊരു തലമുറയിൽപ്പെട്ട ആളെ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട്. 2017 ആന അലറലോട് അലറൽ എന്ന സിനിമയിൽ ഈനാശു എന്ന പേരിൽ ഒരു ക്യാരക്ടർ വരുന്നു. വെടിക്കാരൻ വാറണിയുടെ മകൻ ഇരട്ടക്കുടിൽ ഈനാശുവിനെ ഞാൻ ആന ഇടത്തോട്ട് തിരിഞ്ഞ അതിന്റെ മൂർധാവൽ വെടിപൊട്ടി. ഈ കഥാപാത്രത്തെ ചെയ്തത് ശ്രീജിത്ത് രവി ആയിരുന്നു. ശ്രീജിത്ത് രവി ചെയ്ത ഈ കഥാപാത്രവും ഇതേപോലെ വാറുണ്ണിയുടെ പരമ്പരയിൽപ്പെട്ട ഒരാളായിരുന്നു. വാറുണ്ണി പുലിയെ പിടിക്കാൻ വന്നു, കിട്ടുണ്ണി കരടിയെ പിടിക്കാൻ വന്നു, എന്നാൽ ഈനാശു വന്നത് ആനയെ പിടിക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ 3 തലമുറയിൽപ്പെട്ട കഥാപാത്രങ്ങൾ 3 സിനിമയിലായി വരുന്നു, അതും 3 വ്യത്യസ്തമായ മൃഗങ്ങൾക്കെതിരെ. അടുത്തതാണ് റയാൻ ഫിലിപ്പ്, മങ്കി പെണ്ണിലെ റയാൻ ഫിലിപ്പ്. ക്രിസ്ത്യനാണോ മുസ്ലിമാണോ? 2013 റിലീസായ ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. ഫാന്റസി കലർന്ന ഈ സിനിമയിലെ ആ കൊച്ചു കുട്ടികളെ എല്ലാവരെയും ഇതേപോലെ മറ്റൊരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് പെരിച്ചാഴി എന്ന സിനിമ. പെരിച്ചാഴി എന്ന സിനിമയുടെ ഇൻട്രോ സീനിൽ വെച്ച് ലാലേട്ടൻ ക്രിക്കറ്റ് കളിക്കുന്ന സീനുണ്ട്. ഈ സീനിൽ ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ടീമായി വന്നത് ഇതേ കുട്ടികളായിരുന്നു. അത് 4 ആണ്, ആ കല്ലാണ് ബൗണ്ടറി. ഇതിന് പിന്നിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ 2 സിനിമകളുടെയും പ്രൊഡ്യൂസർ വിജയ് ബാബു ആയിരുന്നു. അതുകൊണ്ട് തന്നെ റെഫറൻസിന് വേണ്ടി ഈ 2 സിനിമകളിലും സ്പിൻ ഓഫ് പോലെ ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നതായിരിക്കാം. അടുത്തതാണ് ഇതിഹാസയിലെ ആൽബി. 2014 ഷൈൻ ടോം ചാക്കോ നായകനായി വന്ന് അനുശ്രീ നായികയായി വന്ന ഒരു ബോഡി സ്വാപ്പ് ഫാന്റസി സിനിമയായിരുന്നു ഇതിഹാസ എന്ന സിനിമ. ഒരു മോതിരത്തിലൂടെ ബോഡി സ്വാപ്പിംഗ് നടത്തി വലിയൊരു ഫാന്റസി കളർന്ന സിനിമയായി മാറി വലിയൊരു ഹിറ്റ് കൂടിയായ സിനിമയായിരുന്നു ഇതേ ഇതിഹാസ എന്ന സിനിമ. ഇങ്ങനെ നിന്നെ കണ്ടിട്ട് എനിക്ക് പോലും നിന്നെ ലൈൻ അടിക്കാൻ തോന്നുന്നു. ഒരുപാട് കോമഡി സീൻസ് ഒക്കെയുള്ള ഈ സിനിമയുടെ അതേ ആൽവി എന്ന നായക കഥാപാത്രത്തെ പിന്നീട് മലയാള സിനിമ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതാണ് 2016 ഉണ്ണിമൂതൻ നായകനായി വന്ന സ്റ്റൈൽ എന്ന സിനിമ. അതായത് 2014 ആൽവി എന്ന അതേ ഇതിഹാസയിലെ ക്യാരക്ടറിനെ ഇതേപോലെ തന്നെ 2016 സ്റ്റൈൽ എന്ന സിനിമയിലും കാണുന്നുണ്ട്. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ 2 സിനിമകളുടെ സംവിധായകൻ ഒരാളാണ്. അതായത് 2014 റിലീസായ ഇതിഹാസയുടെ സംവിധായകനായ ബിനു സദാനന്ദൻ തന്നെയാണ് ഇതേ സ്റ്റൈൽ എന്ന സിനിമയെ സംവിധാനം ചെയ്തത്. എന്നാൽ ഇതിഹാസ എന്ന സിനിമയിലെ ക്യാരക്ടർ അതേപോലെ വന്നിട്ട് അതേ മാൻട്രിസവും അതേ ആറ്റിറ്റ്യൂഡും തന്നെ ഷൈൻ ടോം ചാക്ക 2 സിനിമയിലും പെർഫോം ചെയ്തു. അടുത്ത മറ്റൊരു ക്യാരക്ടറിനെ പറയാം, പൊന്നമ്മ ബാബുവിന്റെ പേരില്ലാത്തൊരു കഥാപാത്രം. 1999 റിലീസായ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ജയറാം സിനിമയിൽ ജഗദാ വേണുഗോപാൽ എന്നൊരു ക്യാരക്ടറിനെ പൊന്നമ്മ ബാബു അവതരിപ്പിക്കുന്നു. ഈ കഥാപാത്രത്തെ തന്നെ പിന്നീട് 2 തവണ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. 2006 മോഹൻലാൽ ഷാജി കൈലാസ് കോംബോയിൽ വന്ന ബാബ കല്യാണി എന്ന സിനിമയിലും ഇതേപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റിന്റെ റോളിൽ ഇതേ പൊന്നമ്മ ബാബുവിന്റെ കഥാപാത്രത്തെ നമുക്ക് കാണാം. മിസ്റ്റർ ബാബ കല്യാണി നിഷേധിക്കാത്ത സ്ഥിതിക്ക് മിസ് മധുവിന് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇതേപോലെ തന്നെ 2007 റിലീസായ ഇൻസ്പെക്ടർ ഗൈഡ് എന്ന ദിലീപ് സിനിമയിലും ഇതേ കഥാപാത്രത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹത്തിൽ നീതി നടപ്പാക്കേണ്ട ഒരു സബ് ഇൻസ്പെക്ടർ ഇവിടെ പ്രതികാര മനോഭാവം വെച്ചു പുലർത്തി ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം മുടക്കുകയും ഒരുപക്ഷെ ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം. എന്നാൽ ഈ 3 സിനിമകളിലും ഒരേ ടൈപ്പ് ക്യാരക്ടറിനെയാണ് ഇതേ പൊന്നമ്മ ബാബു അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചില മലയാള സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള റീഅപ്പിയറൻസ് നോക്കാം. ഇവയിലൊന്നാണ് CID മൂസയുടെ റീഅപ്പിയറൻസ്. 2003 വന്ന ദിലീപിന്റെ എക്കാലത്തെയും കൾട്ട് ക്ലാസിക്കായ സിനിമയാണ് ഇതേ CID മൂസ എന്ന സിനിമ. എന്നാൽ ഈ CID മൂസയിലെ മൂസ എന്ന ക്യാരക്ടറിനെ പിന്നീട് ദിലീപ് റീഅപ്പിയറൻസ് നടത്തിയ ഒരു ആൽബം സോങ് ഉണ്ട്. എന്നാൽ ഈ ആൽബം സോങ്ങിന്റെ ക്ലൈമാക്സ് പോർഷൻ ഒരു ചെറിയ റീഅപ്പിയറൻസ് ആയി ഇതേ CID മൂസയെ പിന്നീട് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം ദിലീപ് റീഅപ്പിയറൻസ് നടത്തി. അതായത് വർഷങ്ങൾ മുന്നേയുള്ള ദിലീപിന്റെ ആ കൾട്ട് ക്ലാസിക് ക്യാരക്ടറിനെ പിന്നീട് റീഅപ്പിയറൻസ് ദിലീപ് നടത്തി. ഇതേപോലെ തന്നെ സുരാജ് വെഞ്ഞാറമ്മൂന്റെ ദശമൂലം ദാമു എന്ന ക്യാരക്ടറിനെയും ഇതേപോലെ തന്നെ അദ്ദേഹം ഒരു പരസ്യത്തിന് വേണ്ടി, അതായത് കേരളത്തിലെ ഒരു ചാനലിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടിയുള്ള പരസ്യത്തിന് വേണ്ടി വീണ്ടും ഇതേ ദാമുവായി സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളം ഇല്ലേ? ഇതുകൂടാതെ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയിലെ ഉഗ്രനെയും ശ്രീകുമാറിനെയും നമ്മൾ പിന്നീട് മറ്റൊരു പുട്ടുപൊടിയുടെ പരസ്യത്തിലും കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു പെരുവേറം കുറ്റിയാ ഇട്ടിട്ട് നിറയില്ലെന്ന് പറഞ്ഞ നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നത്? ഹോ, ഇത് എന്തൊരു പെരുവേറും കുട്ടിയാണ്. ഇട്ടിട്ട് അറിയില്ല എന്ന് പറഞ്ഞ ഇത്രയും നേരം നീ ചപ്പാത്തിയാണോ ഇതിനകത്തോണ്ടിരുന്നത്? അങ്ങനെ പണ്ട് കാലത്ത് ചെയ്തു വെച്ച ക്യാരക്ടറുകളെ വീണ്ടും ഇവർ സിനിമയിലേക്ക് കൊണ്ടുവന്നു. മലയാള സിനിമയിൽ നടന്ന അൺഎക്സ്പെക്ടഡ് ആയ ചില റീഅപ്പിയറൻസുകളെ കുറിച്ചും ചില സ്പിൻ ഓഫുകളെ കുറിച്ചുമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ ഒരു സിനിമയിൽ വന്ന ഒരു ചെറിയ ക്യാരക്ടറിനെ എടുത്ത് ഒരു മുഴുനീള സിനിമ ഉണ്ടാക്കിയതിനെ കുറിച്ച് അറിയാമോ? അങ്ങനെ സംഭവിച്ചതിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അതിനെക്കുറിച്ചുള്ള ഫുൾ എപ്പിസോഡ് വേണമെങ്കിൽ അക്കാര്യം ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.